നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാതൽ നൽകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതും കഴിഞ്ഞ 26 കൊല്ലമായി മുടങ്ങാതെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു കഥ കോട്ടയത്തുണ്ട്. പ്രാതൽ കൊടുക്കുന്നു മോർണിംഗിൽ. കോട്ടയത്തെ വിജയപുരം പഞ്ചായത്താണ് വിദ്യാർത്ഥികൾക്ക് പ്രാതൽ നൽകുന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കുന്നത്. പ്രഭാത ഭക്ഷണം ആരോഗ്യത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവായിരുന്നു ഇത്തരമൊരു പദ്ധതിയിലേക്ക് വിജയപുരം പഞ്ചായത്തിനെ എത്തിച്ചത്. 1998 മുതൽ പഞ്ചായത്തിന് കീഴിലുള്ള എയ്ഡഡ് പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാതൽ സ്കൂളിൽ നിന്ന് തന്നെ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ 26ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അഭിമാനകരമായ നേട്ടമാണ് വിജയപുരം പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ കൈവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചായത്തിലാണ്ട് 300ഓളം കുട്ടികൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു വർഷം നമ്മളെ ഫണ്ടിലേക്ക് മറ്റേത് കാര്യങ്ങൾക്ക് മാറ്റിവെച്ചില്ലെങ്കിലും ഈ പ്രഭാത ഭക്ഷണത്തിനുള്ള ഫണ്ട് ഏകദേശം 10 ലക്ഷം രൂപയോടും ഒരു വർഷം ഞങ്ങൾക്ക് ചെലവഴിക്കും. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. രാവിലെ സ്കൂളിലേക്ക് തിരക്കിട്ട യാത്രയിൽ പ്രഭാത ഭക്ഷണം പല വിദ്യാർത്ഥികളും മുടക്കാറുണ്ട്. എന്നാൽ സ്കൂളിൽ വെച്ച് പ്രഭാത ഭക്ഷണം നൽകുമ്പോൾ മാതാപിതാക്കൾക്കും അതൊരാശ്വാസമാണ്. 2 തരത്തിലാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഒന്ന്, കഴിക്കാതിരിക്കുന്ന കുട്ടികളും ഇവിടെ വന്നു കഴിയുമ്പോൾ കഴിക്കും. കാരണം കൂട്ടുകാരെല്ലാവരും ചേർന്ന് കഴിയുമ്പോൾ കഴിക്കും. രണ്ടാമത്, വീട്ടിൽ പേരൻസിന് ഇതൊരു വലിയൊരു ആശ്വാസമാണ്. രാവിലെ കഴിപ്പിക്കുക, കൊച്ചു കുട്ടികളെ കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസം നിറഞ്ഞ ജോലി തന്നെയത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്കായുള്ള പണം നൽകുന്നത്. എല്ലാ വർഷവും ബജറ്റിൽ ഇതിനായി 10 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെക്കുന്നുണ്ട്. ഭരണസമിതികൾ മാറിയാലും പദ്ധതി തുടർന്നു പോരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 24 കോട്ടയം.